നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാരഥിയിലേക്ക് സ്വാഗതം. സാരഥിയിൽ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ശ്രീമതി ശാന്ത വിജയാണ്. ശ്രീമതി ശാന്ത വിജയ് ആസ്ട്രോളജർ ആൻഡ് പാമിസ്റ്റും കൂടിയാണ്. അപ്പോൾ മാം, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കുക. എന്നത്തെയും പോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ മാമിൻ്റെ അടുത്തേക്ക് വരാറുള്ളത്. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാണ്ട്, നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട്സോ ക്വരീസോ നിങ്ങളുടെ നക്ഷത്രത്തിനെ കുറിച്ചോ നിങ്ങളുടെ സമയത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതുകൂടാണ്ട് മാമിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി വിളിച്ചറിയണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എപ്പിസോഡിൽ ഇന്ന് തുടങ്ങാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മാം, ഞാൻ ചോദിക്കാൻ വന്നേ, ഇപ്പം നക്ഷത്രത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വിചാരിച്ചിട്ടുള്ളത് ചോദിക്കാനായിട്ട്. അപ്പം എത്ര നക്ഷത്രങ്ങളുണ്ട്? മൊത്തം 27 നക്ഷത്രങ്ങളാണ് നമ്മൾ ജ്യോതിഷത്തിൽ കണക്കാക്കിയിരിക്കുന്നത്. ധാരാളം നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ സഞ്ചാര പദത്തിന് അടുത്ത് കാണുന്ന കുറേ നക്ഷത്ര സമൂഹങ്ങളാണ് ഈ 27 നക്ഷത്രങ്ങൾ. നമ്മൾ അതിനെയാണ് സാധാരണ നക്ഷത്രം, ജന്മനക്ഷത്രം എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത്. അതെ, ഓക്കെ. അപ്പൊ അത് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്, അതിൽ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ നക്ഷത്രത്തെ കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇപ്പൊ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് ആയിട്ട് ആ അശ്വതി നക്ഷത്രങ്ങളുടെ അടുത്താണ് അന്ന് ചന്ദ്രൻ. അത്രയാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ അടുത്താണ്. ഭരണി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ അടുത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ ഓരോ ചന്ദ്രന്റെ സ്ഥിതിയാണ് നക്ഷത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും സെയിം ആയിരിക്കും. ഇത്രയും നക്ഷത്രമുള്ള സ്ഥിതിക്ക് അപ്പൊ 27 നക്ഷത്രം എന്ന് പറയുന്നത് 27 സ്വഭാവങ്ങളായിരിക്കും. അപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം 27 സ്വഭാവം ഉണ്ടാകാൻ പാടുള്ളൂ. സ്വഭാവം അങ്ങനെയല്ല. എല്ലാ മനുഷ്യരും ഈ പ്രപഞ്ചത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ വേറൊരാളില്ല. കാരണം നമ്മുടെ തമ്പിയും പ്രശ്നം എടുത്ത് അതുപോലെ വേറെ ഒരു ആളും ഈ പ്രപഞ്ചത്തിലില്ല. അതേപോലെ കയ്യിൽ കടക്കണേലും മുൻപ് നമുക്കൊരു കോളർ ഉണ്ട്. ആരാന്ന് നോക്കാം നമുക്ക്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഞാൻ അബുദാബിന്ന് വിളിക്കുവാണേ. ഓക്കെ, സാരഥിയിലേക്ക് സ്വാഗതം. പേരെന്താണ്? പേര് രേഖ. രേഖ. ഞാൻ എന്റെ മോനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ്. മോനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത്. മോന്റെ പേരെന്താണ്? സേതു. കേട്ടില്ല. സേതു പ്രദീപ്. സേതു. സേതു. ജനിച്ച സമയം ഒന്ന് പറയോ? സമയം 5:05 എന്റെ ഓർമ്മ. രാവിലെയാണോ? രാവിലെ. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? 18th July 1996. 18th July 1996. എവിടെയാ ജനിച്ചേ? എവിടെയാ ജനിച്ചേ? തലശ്ശേരി. തലശ്ശേരി, കേരളത്തിലല്ലേ? അതെ. ഓക്കെ, എന്താണ് അറിയാനുള്ളത് മോനെ കുറിച്ച്? എന്താണ് അവന്റെ സമയം, ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അവന് പഠിപ്പിന് മുടക്കം എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. പ്രശ്നങ്ങളുണ്ടോ ഇപ്പൊ? അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം ഒന്ന് ഇതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അറിയാൻ വേണ്ടിട്ടാണ്. അത് മോൻ എവിടെയാണ്? ഇവിടെയാണോ അതോ കേരളത്തിലോ? നാട്ടിലാണല്ലേ? സ്പെസിഫിക് ആയിട്ട് ചോദ്യം ചോദിക്കാൻ പറയാം. എന്താണ് കറക്റ്റ് ആയിട്ട് അറിയേണ്ടതെന്നാണ് മാം ചോദിക്കുന്നത്. ഒരു കാര്യം മാമിനോട് എന്നെ സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഇപ്പൊ മോന് ശുക്രദശയാണ് നടക്കുന്നത്. ശുക്രദശയാണ് നടക്കുന്നത്. ശുക്രദശയിലെ വ്യാഴത്തിന്റെ അപഹാരമാണ്. ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. വ്യാഴവും ബലവാനാണ്. അപ്പോൾ 2020 വരെയുള്ള സമയം കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കും. ജോലിയെ സംബന്ധിച്ചായാലും പഠിപ്പിനെ സംബന്ധിച്ചായാലും അനുകൂലമായിരിക്കും. പിന്നെ പൊതുവെ ഇയാൾക്ക് ഉത്സാഹം, ചില സമയത്ത് ഉത്സാഹം കൂടുതലും ചില സമയം ഉത്സാഹം കുറവുള്ള ആളാണ്. അതാണ് അയാളുടെ ഒരു സ്വഭാവമാണ്. അത് ബേസിക് നേച്ചറാണ്. അപ്പോൾ ആ സ്വഭാവത്തിന് അയാൾ തന്നെ പരിശ്രമിച്ചിട്ട് മാറ്റം വരുത്തണം. ആ ഒരു അറിവ് അയാൾക്ക് ഒരുപാട് സഹായിക്കും. ജാതകാൽ ഇപ്പോൾ ഒരു അനുകൂല സമയമാണ്. നല്ല കാര്യങ്ങളൊക്കെ വേഗത്തിൽ സാധിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പഠിപ്പിന് മുടക്കം വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? 2020 വരെയുള്ള സമയം അനുകൂലമാണ്, ദോഷമൊന്നുമില്ല. അപ്പൊ ജോലിയായിട്ടൊക്കെ നല്ല നിലയിൽ തന്നെ? ജോലിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഞാനായിട്ട്? അമ്മ
അമ്മയായിട്ട് വല്ല പരിഹാരം ചെയ്യാൻ അമ്മ എന്നുള്ള നിലയ്ക്ക് പരിഹാരങ്ങൾ ഇപ്പൊ അയാൾക്ക് നല്ലൊരു ദശകാലമാണ്. അയാളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞ് നമ്മള് അയാളെ ചില സമയത്തേക്ക് തടസ്സങ്ങൾ സ്വഭാവത്തിന് മടിയുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, ചില സമയത്ത് നല്ലൊരു ഇതുണ്ടാവും, ചില സമയത്ത് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് വരിക, ഒന്നും നടക്കില്ല എന്നുള്ളൊരു തോന്നൽ. ചില സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് പറയും. അതെ അതെ, അതായത് അപ്പൊ അത് ഈ എക്സാംസിന്റെ കാലഘട്ട സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത് ശനിയുടെ ദോഷം കൊണ്ടാണ്. അപ്പൊ ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ശനി പ്രീതിക്ക് പ്രധാനമായിട്ട് നമ്മൾ ആഹാരം ദാനം ചെയ്യുന്നത് നല്ലതാണ്. ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ആൾക്കാർക്കും പ്രായമായവർക്കും കാല് വയ്യാത്തവർക്കും ഒക്കെ നമ്മൾ ആഹാരം ദാനം ചെയ്യുക, അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം കൊണ്ട് ശനിപ്രീതി ചെയ്യുക. ശനിപ്രീതി എന്ന് പറയുമ്പോൾ ശനിയാഴ്ച ഞാൻ വ്രതം എടുത്ത് നോക്കിയാൽ മതിയോ? തീർച്ചയായും അമ്മ എന്ന നിലയ്ക്ക് നോക്കാം. മകന് വേണമെങ്കിൽ ശനിയാഴ്ച ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അവൻ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാളായത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം. അപ്പൊ അമ്മയ്ക്ക് ചെയ്യാമല്ലോ, മകന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചെയ്യാമല്ലോ. ഓക്കെ 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 മാം. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഓ, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ കൂടുതൽ? ഇനിയിപ്പോ എന്റെ ഒരു ബ്രദറിനെ കുറിച്ച്, രോഹിണി നക്ഷത്രാണ്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, അത് ഡേറ്റ് വേണം, ഡേറ്റ് വേണം, ടൈമും എല്ലാം. 1983 ആണ് വർഷം. അപ്പൊ അവന് ജോലി പോയിട്ടിരിക്കുവാണ് ഇപ്പൊ. അതെയോ? സമയം അറിയോ? സമയം എനിക്ക് വലിയ പിടുത്തമില്ല. സാല എന്നാ ഒരു കാര്യം ചെയ്യാം, എല്ലാ വെനസ്ഡേസും നമ്മുടെ ഈ ഷോ ഉണ്ടാവും. അപ്പൊ അടുത്ത വെനസ്ഡേ ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ രേഖയായിരുന്നു അത് വിളിച്ചിരുന്നത്. അപ്പൊ നല്ലൊരു കോൾ ആയിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ തുടക്കം തന്നെ നല്ലൊരു കോളിലേക്കാ പോയത്. അപ്പൊ നമുക്കപ്പോ തുടരാം. അപ്പൊ നക്ഷത്രത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഓരോ നക്ഷത്രം 27 നക്ഷത്രങ്ങളെ ഉള്ളുവെങ്കിലും എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും. ഓക്കെ, ആരാന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ, സാദിലേക്ക് സ്വാഗതം. എന്താണ് പേര്? എന്റെ പേര് സുജിത. ഷാർജന്ന് വിളിക്കുന്നു. ഷാർജന്ന്. സുജിത, ആർക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? ഹസ്ബൻഡിന് വേണ്ടിയാ. ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഹരി. ഹരി. ആ, ഹരി. ജനിച്ച ഡേറ്റ് ഒന്ന് പറയോ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയോ? 6th February 1984. 1984. സമയം എന്താണ്? 6 PM പാലക്കാട്. 6 PM പാലക്കാട് അല്ലേ? ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്? പ്രശ്നം എന്താണ്? മാം, ഇപ്പോഴത്തെ ഒരു ജോലിയുടെ കാര്യം തന്നെ, പിന്നെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻസും എല്ലാത്തിനും ഒരു തടസ്സമുണ്ട്. അതൊന്നും അറിയാൻ, പിന്നെ ഭാവി കാര്യമൊക്കെ ഒന്ന് അറിയാനായിട്ട് തന്നെ. അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ടാണ്. ഉത്രട്ടാതി നക്ഷത്രമാണല്ലോ മാമിനോട് സംസാരിച്ചോളൂ. ഉത്രട്ടാതി നക്ഷത്രമല്ലേ? അതെ മാഡം. ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഹസ്ബൻഡ് ഉണ്ടോ? ദുബൈയിലുണ്ട് അല്ലേ? ശുക്രദശയിലെ ചന്ദ്രന്റെ അപഹാരമാണ് നടക്കുന്നത്. ഇപ്പോ ചന്ദ്രദശയിലെ ചൊവ്വയുടെ ഛിദ്രമാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനൊരു പ്രയാസമുള്ള സമയമാണ്. ജനുവരി മുതൽ സമയം അനുകൂലമാകും. ജോലിയും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ജനുവരി മുതൽ 2019 ജനുവരി മുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇദ്ദേഹത്തിന് മനസ്സ് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് അസ്വസ്ഥമാകുന്ന ഒരാളാ, സെൻസിറ്റീവാ. അപ്പോൾ ആ ഒരു രീതി കുറച്ചൊന്ന് കുറയ്ക്കുക. നമ്മുടെ മനസ്സിന്റെ സംവേദനം അല്ലെങ്കിൽ ആ വൈബ്രേഷനാണ് നമ്മളെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറയുക. കാരണം ഈശ്വരാധീനം ഉണ്ട്. വ്യാഴമൊക്കെ ബലവാനാണ് ജാതകത്തിൽ. ചന്ദ്രനാണെങ്കിൽ 9ൽ നിൽക്കുകയാണ്. അതൊക്കെ അനുകൂലമാണ്. ഇപ്പം ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയെന്നുള്ളൂ. 2019 തുടങ്ങുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരും. മാഡം, ഞാനും ഉത്രട്ടാതി നക്ഷത്രം തന്നെയാ. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവുമോ? അപ്പൊ രണ്ടും ഒരേ നക്ഷത്രമാണെങ്കിൽ? ഒരേ നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങളൊക്കെ നല്ലതാണ്. ഇത് മധ്യമരഞ്ജു എന്ന് പറയുന്ന ഒരു ദോഷമുണ്ടെന്ന് നിങ്ങളും കേട്ട് കാണുമല്ലോ, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അത് ചില ആൾക്കാർക്ക് മാത്രം. ഗ്രഹനില തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ല. എൻ്റെ തന്നെ 2 കസിൻസ് ഇപ്പോൾ 10-60 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ മധ്യമരഞ്ജുവായിട്ട് എല്ലാ സൗഭാഗ്യത്തോടും ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അസ്ട്രോളജർമാരെയൊക്കെ കാണുമ്പോൾ അവർ പറയും മധ്യമരഞ്ജു ആയതുകൊണ്ട് ദോഷമാണ്.
അത് വളരെ വളരെ അപൂർവമായിട്ടാണ് ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാ വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഇപ്പൊ ഈ നക്ഷത്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ ഞാൻ എന്താ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഈ യോഗത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കില്ലേ, ഇപ്പൊ ഇന്ന യോഗമാണ്, അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? അത് ഗ്രഹങ്ങൾ, യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നുള്ളതാണ്. ഗ്രഹങ്ങൾ ഈ 12 രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 360 ഡിഗ്രിയിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ നിൽക്കും. അതിൽ 2 ഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിലധികമോ ഗ്രഹങ്ങൾ കൂടിച്ചേർന്നിട്ട് ഉണ്ടാകുന്നതിനെയാണ് യോഗങ്ങൾ എന്ന് പറയുക. അത് പോസിറ്റീവായിട്ടുള്ള യോഗങ്ങളുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള വിപരീത ഫലങ്ങൾ കൊടുക്കുന്ന യോഗങ്ങളുമുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ, സാദിയിലേക്ക് സ്വാഗതം. എന്താണ് പേര്? താങ്ക് യു. എന്റെ പേര് നന്ദന. നന്ദന ആർക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്? ഞാൻ എന്റെ ജോലിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നല്ലേ? ജോലിയുടെ കാര്യം അറിയാൻ. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയോ? 1st October 1989. 1st October 1989. അതെ. ടൈം എന്താണ്? രാവിലെ 6:10. 6:10 അല്ലേ, മോർണിംഗ്? അതെ അതെ അതെ. എവിടെയാണ് ജനിച്ചത്? നാട്ടിലാണ്. നാട്ടിലാണ്. വിശാഖ നക്ഷത്രമാണോ? വിശാഖ നക്ഷത്രമാണോ? അല്ല, ചിത്തിര. ചിത്തിര. 6:10 ആണ്. 6 ആണ്. ഞാൻ 4 ആണ് ഇട്ടത്. ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയാണോ നന്ദന? ഇല്ല, ഞാൻ ചെയ്തോണ്ടിരുന്ന ജോലി വിട്ടു. അപ്പൊ ഞാൻ വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ്ടല്ലേ ഒരു ജോലി? ഇല്ല, അത് ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പൊ വീട്ടിലാണോ? ഇപ്പൊ വീട്ടിലാണ്. വേറെ ജോലി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ, നോക്കിക്കൊണ്ടിരിക്കുകയാണോ? വേറെ ഒരെണ്ണം ഓൾമോസ്റ്റ് റെഡി ആയപ്പോ അത് എങ്ങനെയുണ്ട്, നല്ലതാണോ ഒക്കെ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് അല്ലേ? എത്രത്തോളം നല്ലതാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. അപ്പൊ മാമിനോട് തന്നെ നേരിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ. ശുക്രദശയില് ബുധന്റെ അപഹാരമാണ്, ലഗ്നപതിയുടെ അപഹാരമാണ്. അപ്പൊ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു പരിശ്രമം ഉണ്ടെങ്കിൽ തന്നെ ജോലി കിട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പൊ ഒരു ജോലി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് അതിൽ കയറുന്നോണ്ട് നല്ലതാണോ? ഇല്ല, വളരെ നല്ലതാണ്. നല്ല സമയമാണല്ലോ ഇപ്പൊ. അപ്പൊ കിട്ടുന്ന ജോലി തീർച്ചയായിട്ടും നന്നായിരിക്കും. ഡിസംബറിന് മുന്നേ തന്നെ, ഡിസംബർ വരെയൊക്കെയാണ് ഏറ്റവും നല്ല സമയം. ഡിസംബർ വരെ നല്ല സമയം. അപ്പൊ ആ സമയത്ത് നമ്മൾ കയറുന്ന ജോലി നമുക്ക് അനുകൂലമായിരിക്കും. ഒരു നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ദശാകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ ശുഭകരമായിരിക്കും. ബാക്കി കുടുംബ കാര്യം, മക്കൾക്ക് എല്ലാവർക്കും കുടുംബപരമായിട്ട് ദോഷങ്ങളൊന്നും ഇല്ല. എന്തോ? കുടുംബത്തിന് ദോഷം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല അല്ലെ. എന്നെ ഹസ്ബൻഡിന്റെ ജോലിയുടെ കാര്യം കൂടി അറിയണമെന്നുണ്ടായിരുന്നു. ഉത്രം നക്ഷത്രം. സമയം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയോ? ഡേറ്റ് ഓഫ് ബർത്ത് 5th June 1987. 5th June 1987. ടൈം എന്താണെന്ന് അറിയോ? ടൈം കറക്റ്റ് അറിയത്തില്ല. അത് ആക്ച്വലി അത് അറിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എല്ലാ വെനസ്ഡേയ്സും നമ്മൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് വിളിച്ചാൽ മതി. ഓക്കെ, നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം ചോദിച്ചറിഞ്ഞിട്ട് നെക്സ്റ്റ് വെനസ്ഡേ വിളിച്ചാൽ മതി. 2:30 to 3 o'clock ഇടയിൽ നമ്മൾ ഇവിടെ ഉണ്ടാവും. താങ്ക് യു നന്ദന. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ അത് നന്ദനയായിരുന്നു. അപ്പൊ നമ്മള് യോഗങ്ങളായിരുന്നു. കൊറേ കോൾസ് ഉണ്ടല്ലേ? നന്നായി. അത് നല്ലൊരു തുടക്കമായിരുന്നു തോന്നുന്നു എനിക്ക്. അപ്പൊ യോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്ഥിരം കേൾക്കുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം. എപ്പോഴും ആളുകൾ പറയും എന്റെ ജാതകത്തിൽ ഗജകേസരി യോഗം ഉണ്ടിരുന്നിട്ടുണ്ട്. നല്ല യോഗമാണല്ലേ? നല്ല യോഗമാണ്. അപ്പൊ അവര് പറയാ, ചില ആൾക്കാർ പറയും എന്നിട്ടൊന്നും അനുഭവങ്ങൾ കാണുന്നില്ല. ഏറ്റവും നല്ല യോഗം എന്താണ്? ഏറ്റവും നല്ല യോഗങ്ങള് ഗജകേസരി യോഗം ആണ് എന്ന് പറയാൻ പറ്റില്ല.
അതേപോലെ വളരെ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന കുറച്ച് യോഗങ്ങളുണ്ട്, ആയിരക്കണക്കിന് യോഗങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ വളരെ അപ്രധാനമാണ്. അതിലെ പ്രധാനപ്പെട്ട യോഗങ്ങൾ പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയുന്ന 5 യോഗങ്ങളുണ്ട്. അതായത് 5 ഗ്രഹങ്ങൾ ചില പ്രത്യേക സ്ഥലത്ത്, അതായത് ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുക, അത് ഉച്ചമോ സ്വക്ഷേത്രമോ ഒക്കെ ആയിരിക്കുക, അന്നിങ്ങനെയാണ് പറയുക. അപ്പോൾ അങ്ങനെ വരുന്ന യോഗങ്ങൾ ഈ പഞ്ചമഹാഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന 5 ഗ്രഹങ്ങളാണ്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ യോഗം ഉണ്ടെങ്കിൽ, ഏത് യോഗം ഉണ്ടെങ്കിലും, ഗജകേസരി യോഗം പോസിറ്റീവായിട്ടുള്ള യോഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാകും, എബോവ് ആവറേജ് ഒരു ജീവിതം ഉണ്ടായിരിക്കും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹമാണോ യോഗം കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഗുണങ്ങൾ. ഗജകേസരി യോഗമാണെങ്കിൽ ദീർഘായുസ് ഉണ്ടാകും. അതുപോലെ വ്യാഴവും ചന്ദ്രനും തമ്മിലുള്ള യോഗമാണ്, അപ്പോൾ അവർക്ക് മനഃശാന്തി ഉണ്ടാകും, ധനം ഉണ്ടാകും. വ്യാഴം ധനത്തിൻ്റെ ഗ്രഹമാണ്, ചന്ദ്രനാണെങ്കിൽ മനസ്സിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ഇത് മനസ്സുഖം ഉണ്ടാകും. ഇതൊക്കെയാണ് വരേണ്ടത്. പക്ഷെ ജാതകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് എങ്കിലും ഇതിനെന്തെങ്കിലും ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥിതിക്ക് വേറൊരു ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ഇപ്പോൾ 6, 8, 12 എന്നൊക്കെ പറയുന്ന ഭാവങ്ങൾ ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ യോഗഫലം കുറയ്ക്കും. അതേപോലെ തന്നെ ഈ ഗ്രഹത്തിൻ്റെ ദശാകാലം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലം വരണം. ദശാകാലം വരണമെന്ന് മാത്രമല്ല, ഈ ഗ്രഹങ്ങളുടെ ഏത് രാശിയിൽ നിൽക്കുന്നു ആ ഗ്രഹങ്ങളുടെ ബന്ധം വന്നാലും അത് കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, പോകേണ്ടി വരും. അപ്പോൾ അത് പറയുമ്പോൾ ആളുകൾക്ക് പ്രയാസമാണ് മനസ്സിലാക്കാൻ. അപ്പോൾ അത് ഫലം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് ജാതകം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ വസുമധ്യ യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. ആ യോഗം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ജാതകത്തിൽ ദോഷങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ദോഷങ്ങളെ ഇല്ലാതാക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചില ഗ്രഹങ്ങൾ, ഇപ്പം സൂര്യൻ 11-ൽ നിന്നാൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കും. ഇങ്ങനെ ജാതകം മൊത്തം അനലൈസ് ചെയ്താലേ അതിന്റെ ഫലദാന ശേഷിയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാം. ജാതകം നോക്കണം എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ ജാതകം നോക്കിയാലേ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇന്നും കുറെ അധികം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നെ. അതുകൂടാണ്ട് കോളേഴ്സിനും കുറെ സംസാരിച്ച് അറിയാൻ പറ്റി. അപ്പൊ ഇതുപോലെ എല്ലാ വെനസ്ഡേയ്സും ഞങ്ങൾ വരുന്നതായിരിക്കും. മാം നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയണം, വിളിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മാമിന്റെ ഡീറ്റെയിൽസ് താഴെ കാണുന്നുണ്ടാവും. അതിലേക്ക് വിളിക്കുകയാണെങ്കിൽ നേരിട്ട് മാം പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൂടാണ്ട് പ്രോഗ്രാമിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാ വെനസ്ഡേസ് 2:30 to 3 o'clock ഞങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ലൈവിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ സമയം ആക്ച്വലി ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറെ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തവരോ അല്ലെങ്കിൽ ഇനി വിളിക്കാതിരിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അടുത്ത സമയം നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ വിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലം ഇത് അറിഞ്ഞിരിക്കണം, എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് അഞ്ജലി സൈനിങ് ഓഫ്. ബൈ.